So moving on, we'll now learn about sufficient and appropriate audit evidence. Herein we'll refer it as SAI. കാരണം ഇത് കുറേ എടുത്ത് ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരും. ഇറ്റ്സ് എ കീവേഡ് ഓൾസോ. സോ ഈ ഒരു പാരഗ്രാഫ് വിൽ സ്റ്റഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഷോർട്ട് നോട്ട്. So what is sufficiency? Sufficiency is a measure of quantity of audit evidence and appropriateness is a measure of quality of audit evidence. So എന്താണ് quantity of audit evidence sufficiency എന്ന് പറയാൻ കാരണം? Guys, ഒരു assertions, okay, ഒരു assertion, for example, rent 5 lakh ആണെന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മാനേജ്മെൻറ്റിൻ്റെ കൺഫർമേഷൻ മാത്രം കൊണ്ട് അതൊരിക്കലും സഫീഷ്യൻ്റ് അല്ല എന്ന് ഓഡിറ്ററിന് തോന്നാം. അങ്ങനെ വരുമ്പോൾ ഹീ ഷാൾ കളക്ട് 1 or more than 1 എവിഡൻസ്. അങ്ങനെ ആവുമ്പോൾ മാത്രമേ ഇത് ധാരാളമാവുള്ളൂ, ഇത് കംപ്ലീറ്റ് ആവുള്ളൂ എന്നൊരു തോന്നൽ വരും. അതിനാണ് സഫീഷ്യൻസി എന്ന് പറയുന്നത്. ഓൺലി ഇഫ് ഐ കളക്ട് എക്സ്റ്റേണൽ കൺഫർമേഷൻ ഓർ ഓൺലി ഇഫ് ഐ ഒബ്സർവ് ദ റെൻ്റൽ അഗ്രിമെൻറ്റ് ഡോക്യുമെൻറ്റ്, ഓൺലി ദെൻ ഇറ്റ് വിൽ ബി സഫീഷ്യൻറ്റ് ടു സപ്പോർട്ട് ദാറ്റ് ദ റെൻറ്റ് എമൗണ്ട് ഇസ് 5 lakh. അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ 3 കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്, എക്സ്റ്റേണൽ കൺഫർമേഷൻ പ്ലസ് ഇൻറ്റേർണൽ കൺഫർമേഷൻ, ഈ 3 കാര്യം വന്നാൽ മാത്രമേ അതൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് എവിഡൻസ് ആയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത് എന്താണ് ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നെങ്കിൽ, ഓൾറെഡി നമ്മൾ നേരത്തെ ജനറലൈസേഷൻ ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റേർണൽ എവിഡൻസിനെക്കാട്ട് കൂടുതൽ എക്സ്റ്റേണൽ എവിഡൻസ് നമുക്ക് വിശ്വസിക്കാൻ, കാരണം മെനിപ്പുലേഷൻ ലെവൽ കുറവായിരിക്കുന്നു. അതുകൊണ്ടാണ് നെക്സ്റ്റ് ലൈനിൽ ഇവർ പറയുന്നത് ഇറ്റ്സ് എ മെഷർ ഓഫ് ക്വാളിറ്റി ദാറ്റ് ഈസ് ഇറ്റ്സ് റിലയൻസ് ആൻഡ് റിലയബിലിറ്റി. എന്തോരം നമുക്ക് ആ എവിഡൻസിനെ ഡിപ്പെൻഡ് ചെയ്യാം, എന്തോരം നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, അതാണ് റെലവൻസ് ആൻഡ് റിലയബിലിറ്റി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലോണം ഒരു 95% ട്രസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദ ക്വാളിറ്റി ഈസ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഗെറ്റ് ഇൻക്രീസ്ഡ്. അതാണ് ക്വാളിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വെയിറ്റ് ഗൈസ്. ഓക്കെ ഫൈൻ. ഇനി അടുത്തത് 2 ക്വസ്റ്റ്യന് ഇതിൽ ടെസ്റ്റ് ചെയ്യാം. The quantity of audit evidence is affected by what all factors എന്ന് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ what are the factors affecting the sufficiency of an audit evidence? Look guys, ഇതിൽ കീവേഡ് കൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. ക്വാണ്ടിറ്റിയും സഫീഷ്യൻസിയും ഒന്ന് തന്നെയാണ്. So you will have to connect with the keyword. So okay, so എന്താണ് what are the factors affecting sufficiency of an audit evidence? ഫസ്റ്റ്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്, സൈസ് ഓഫ് പോപ്പുലേഷൻ, മെറ്റീരിയാലിറ്റി ഓഫ് ഐറ്റംസ് സഹായം വെച്ചിട്ട് നമുക്ക് ഓൾറെഡി പഠിക്കാം. ഇതിൽ ഓൾറെഡി ചോദിക്കുന്നുണ്ട് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി what are the factors affecting the auditor's judgment as to the sufficiency of audit evidence? നേരത്തെ പറഞ്ഞ മെറ്റീരിയാലിറ്റി, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സൈസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ. സോ ഫസ്റ്റ് നമുക്ക് മെറ്റീരിയാലിറ്റിയെ കുറിച്ച് പഠിക്കാം. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് എ സിഗ്നിഫിക്കൻസ് ഓഫ് ക്ലാസസ് ഓഫ് ട്രാൻസാക്ഷൻസ്, അക്കൗണ്ട് ബാലൻസസ് ആൻഡ് പ്രസൻറ്റേഷൻ ഡിസ്ക്ലോഷേഴ്സ്. അപ്പോൾ ഇത് നമുക്ക് ABCD എന്ന് നമുക്ക് ഷോർട്ടായിട്ട് പഠിക്കാം. അക്കൗണ്ട് ബാലൻസസ്, ക്ലാസസ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. അപ്പം പോകുന്ന ടു ദി യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. സോ അങ്ങോട്ടേക്ക് അടുക്കുന്നതിന് മുന്നേ എന്താണ് ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ നിന്ന് ഫസ്റ്റ് പഠിക്കാം. സോ എന്താണ് ക്ലാസസ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിച്ചാൽ, ഗൈസ് നമുക്കൊരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു ബിസിനസ്സിന് കുറേ തരം ട്രാൻസാക്ഷൻസ് നടക്കുമല്ലേ. ഇറ്റ് മേ ബി പർച്ചേസ് ഓർ ഇറ്റ് മേ ബി റവന്യൂ, ജസ്റ്റ് നോർമൽ റവന്യൂ ട്രാൻസാക്ഷൻസ്, അല്ലാന്നുണ്ടെങ്കിൽ ലോൺ റീപേയ്മെൻ്റ് ആകാം. അങ്ങനെ പലവിധ ട്രാൻസാക്ഷൻസ്, ഇതെല്ലാം ഓരോരോ ക്ലാസസ് ആണ്. That's why it's called classes of transactions. Okay, ഇനി അടുത്തത് അക്കൗണ്ട് ബാലൻസസ്. എന്താണ് അക്കൗണ്ട് ബാലൻസസ്? അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിലെ എൻഡിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഫിഗേഴ്സിനെയാണ് അക്കൗണ്ട് ബാലൻസസ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണുന്ന അസെറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി, ഇതൊക്കെ തന്നെയാണ് ഈ അക്കൗണ്ട് ബാലൻസസ് എന്ന് കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് എന്താണ് പ്രസൻറ്റേഷൻസ് ആൻഡ് ഡിസ്ക്ലോഷേഴ്സ് എന്ന് ഉദ്ദേശിച്ചാൽ, പ്രസൻറ്റേഷൻ ഡിസ്ക്ലോഷേഴ്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചാന്ന് വെച്ചാൽ എത്ര നല്ല രീതിയിൽ
how well the organization prepare its financial statements or required ആയിട്ടുള്ള disclosures as per the accounting standards ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നതാണ് പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മൂന്നും ഒരു യൂസേഴ്സിന് മെറ്റീരിയലായിട്ട് വരണം എന്നില്ല, ദോ can also happen. സോ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ യൂസേഴ്സ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആ ഓർഗനൈസേഷൻ്റെ ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂ കുറിച്ചായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അക്കൗണ്ട് ബാലൻസ് ആണ് മെറ്റീരിയലായിട്ട് വരുന്നത്. അങ്ങനെ മെറ്റീരിയലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ ഷാൽ ഒബ്വിയസ്ലി കളക്ട് മോർ ഓഡിറ്റ് എവിഡൻസ്. അതാണ് ഇവിടെ പറയുന്നത്. ലെസ് എവിഡൻസ് വുഡ് ബി റിക്വയർഡ് ഇൻ കേസ് അസേർഷൻസ് ആസ് ലെറ്റ്സ് മെറ്റീരിയൽ ടു ദ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പം അതേപോലെ തന്നെ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് മോർ മെറ്റീരിയൽ ആവും എപ്പോൾ മാത്രമാണ് എവിഡൻസ് മോർ റിക്വയർഡ് ആവണം എപ്പോൾ മാത്രമാണ് യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മെറ്റീരിയൽ ആണ് എന്ന് അറിയുന്നുണ്ടെങ്കിൽ. സോ ദാറ്റ്സ് ഓവർ. ഇനി അടുത്തത് എന്താണ് റിസ്ക് ഓഫ് മറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് SA-300 ഫുള്ളി പഠിക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ വേഗമായിട്ട് നമുക്ക് പറയാം. റിസ്ക് ഓഫ് മറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രയർ ടു ഓഡിറ്റ്, ഇത് ഈ അണ്ടർലൈൻ ചെയ്യുന്നത് ഗൈസ് ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ് അഗെയിൻസ്റ്റ് കീ വേർഡ് പ്രയർ ടു ഓഡിറ്റ്, അല്ലാണ്ട് ബിഫോർ ടു ഓഡിറ്റിന് ആ ഒരു സ്റ്റാൻഡേർഡ് ഇറ്റ്സ് ലോസ്റ്റ്. ഓക്കെ. It may be defined as risk that the financial statements are materially misstated prior to the audit. ഓഡിറ്റിന് മുന്നേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയൽ മിസ്റ്റേറ്റഡ് ആണ് എന്നുള്ള റിസ്ക് ആണ് ഈ റിസ്ക് ഓഫ് മറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസേർഷൻ ലെവലിൽ 2 തരം ടൈപ്പ് ഉണ്ട്, ഇൻഹറൻറ്റും കൺട്രോളും ഉണ്ട്. ഇൻഹറൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വാക്കല്ലേ. ഇതിന് ഏറ്റവും ഫണ്ണിയായിട്ടുള്ള എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഈ ഹാർബിക്കിൻ്റെ പരസ്യത്തിൽ ബാക്കി ഒരു ജേം മാത്രം ബാക്കി ഉണ്ടാവത്തില്ലേ, അതാണ് ഈ ഇൻഹറൻ്റ് റിസ്ക് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എത്ര കൺട്രോൾസ് ഇട്ടാൽ പോലും അത് പോവത്തില്ല. ദ അസേർഷൻ ടു ദ സസെപ്റ്റബിലിറ്റി ഓഫ് എൻ അസേർഷൻ ടു എ മിസ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് കുഡ് ബി മെറ്റീരിയൽ ബിഫോർ ദ കൺസിഡറേഷൻ ഓഫ് എനി റിലേറ്റഡ് കൺട്രോൾസ്. ഓക്കെ, അതായത് കാരണം ഗൈസ് നമ്മൾ ഓഡിറ്റ് എന്ന് വെച്ചാൽ റീസണബിൾ അഷുറൻസ് മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ലാതെ ആബ്സല്യൂട്ട് അഷുറൻസ് അല്ല എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഹറൻറ്റ് റിസ്ക് ഓൾവേസ് അവിടെ ഉണ്ടാവുന്നത്. ആ ഒരു കീടാണ് പോലെ. അടുത്തത് കൺട്രോൾ റിസ്ക് എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്മെൻറ്റ് ദാറ്റ് കുഡ് ഒക്കർ ഇൻ ആൻ അസേർഷൻ ദാറ്റ് കുഡ് ബി മെറ്റീരിയൽ will not be prevented or detected and corrected on a timely basis by internal control. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ കൺട്രോൾസ് ഉണ്ട്, പക്ഷേ ആ കൺട്രോൾസിനെ കൊണ്ടൊന്ന് പ്രിവെൻറ്റും ഡിറ്റക്റ്റും കറക്റ്റും ചെയ്യാൻ പറ്റാത്ത റിസ്ക്കാണ് ഈ കൺട്രോൾ റിസ്ക് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലെസ് എവിഡൻസ് വുഡ് ബി റിക്വയർഡ് ഇൻ കേസ് ഹാവ് ലോവർ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഇപ്പോൾ ഒരു അസേർഷൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ what can we say? Okay, fine. Fuel expenses ഒരു ഫ്യൂവൽ എക്സ്പെൻസ് ആണ്. ഓക്കെ, ഈ ഫ്യൂവൽ എക്സ്പെൻസ് ഒക്കെ എന്താണോ ലൈക്ക് ലോവർ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്ക്. ഇതൊന്നും മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവാനൊന്നും പോകുന്നൊന്നുമില്ല, ഉണ്ടായാൽ തന്നെ ആകെ ചെറിയ മിസ്റ്റേക്സ്. അപ്പോൾ അതിനൊക്കെ ലെസ് എവിഡൻസ് മാത്രം മതി അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിസ്റ്റേറ്റ്മെൻറ്റ് എന്തോരം കൂടുന്നോ എവിഡൻസ് കളക്ട് ചെയ്യുന്നതും കൂടും. അപ്പം മിസ്റ്റേക്സ് എന്തോരം, അതായത് മിസ്റ്റേക്സിൻ്റെ റിസ്ക് എന്തോരം കുറയുന്നോ എവിഡൻസ് കുറച്ച് മാത്രം എടുത്താൽ കളക്ട് ചെയ്താൽ മതി. ഇനി സൈസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻസ്. അപ്പം ഇതിൽ പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു നമ്പർ ഓഫ് ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ പോപ്പുലേഷൻസ്. ഓക്കെ, ഇതിൽ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം സാലറി എടുക്കാം. ഓക്കെ, നമ്മൾ ഒരു ഓർഗനൈസേഷൻ ഒരു ക്ലയൻറ്റ് കമ്പനീൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുമ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പേർപ്പസ് ആകെ നമുക്ക് ഒരു 10,000 വിഡ്രോവൽ എല്ലാ മാസവും 10,000 വിഡ്രോവൽ 5 സ്റ്റാഫിനെ വെച്ച് പോകുന്നുള്ളൂ, വേറൊരു ട്രാൻസാക്ഷൻസും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോപ്പുലേഷനിലാകെ ഒരു ബാങ്ക് വിഡ്രോവൽ മാത്രമേ ഉള്ളൂ സാലറി ആയിട്ട്. സോ ഇതെന്താണ്, ആകെ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് ഹോമോജീനിയസ്, ഇറ്റ്സ് ഓഫ് സിമിലർ നേച്ചർ. 10,000 സെയിം ആണ്, സ്മോൾ ആണ്. അപ്പോൾ ഇതിലൊന്നും തെറ്റ് വരാൻ അധികം ചാൻസസ് ഇല്ല. അപ്പോൾ ഇതിൽ ലെസ് എവിഡൻസ് മാത്രം മതി. ഇനി ഫോർ എക്സാമ്പിൾ ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ റെൻറ്റിൻ്റെ എമൗണ്ട്, സാലറീൻ്റെ എമൗണ്ട്, അഡ്മിഷൻ ഫീ, പർച്ചേസ്, സെയിൽസ് ഒക്കെ
ഒക്കെ കൂടി ഇങ്ങോട്ട് ഫുൾ ഡിഫറെൻറ്റ് എമൗണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പോപ്പുലേഷൻ അങ്ങോട്ട് കൂടി. ഇറ്റ് ബിക്കെയിം ഹെട്രോജീനിയസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാർജർ ദ ട്രാൻസാക്ഷൻസ് ഹെട്രോജീനിയസ് ഓർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ആ പോപ്പുലേഷൻസിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഹാവ് മോർ എവിഡൻസ്. ഇത് ഫുള്ള് എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള ഇതാണ്. കാരണം റിസ്ക് കൂടുമ്പോൾ, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് കൂടുമ്പോൾ ഒബ്വിയസ്ലി വി നീഡ് ടു കളക്ട് മോർ ഓഡിറ്റ് എവിഡൻസ്. സൈസ് ഓഫ് പോപ്പുലേഷൻ കൂടുമ്പോൾ, ഹെട്രോജീനിയസ് ആവുമ്പോൾ വി ഹാവ് ടു കളക്ട് മോർ ഓഡിറ്റ് എവിഡൻസ്. മെറ്റീരിയാലിറ്റി, യൂസേഴ്സിന് ആ ഒരു ഐറ്റം, ആ ഒരു ട്രാൻസാക്ഷൻ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ വി ഓൾസോ ഹാവ് ടു കളക്ട് മോർ ഓഡിറ്റ് എവിഡൻസ് ടു സപ്പോർട്ട് ഇറ്റ്. സോ ഇതിൽ ഫുൾ പോസിറ്റീവായിട്ടാണ് പോകുന്നത്, ഒന്നും നെഗറ്റീവായിട്ട് ഇങ്ങനെ പോകുന്നില്ല, ഫുൾ പോസിറ്റീവായിട്ടാണ് പോകുന്നത്. സോ ദാറ്റ്സ് ഫോർ സഫീഷ്യൻസിൻ്റെ പാർട്ട് അവിടെ കഴിഞ്ഞു. ഇനി അടുത്തതാണ് അപ്രോപ്രിയേറ്റ്നെസ്. അതിലൊരു പോയിൻറ്റും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ദ റിലയബിലിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസ് ഇസ് എഫക്റ്റഡ് ബൈ. ഇതും കുറേ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് പോർഷനാണ്, ഇതും കുറേ പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത പോർഷനാണ്. അഫക്റ്റഡ് ബൈ ഇറ്റ്സ് സോഴ്സ് ആൻഡ് നേച്ചർ ആൻഡ് ഓൾസോ ദ സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് ഇറ്റ് ഈസ്. അത് ദ റിലയബിലിറ്റി ഓഫ് എവിഡൻസ്. ഓക്കെ, ഹിയർ റിലയബിലിറ്റി നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആർ ആൻഡ് ആർ, റെലവൻസ് ആൻഡ് റിലയബിലിറ്റി. ഇത് ഏത് വേർഡും ചോദിച്ചിട്ട് ഓഡിറ്റ് എവിഡൻസുമായിട്ട് കണക്റ്റ് ആയിട്ട് ഈ റെലവൻസ് ആൻഡ് റിലയബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ കീവേഡാണ് കണ്ടുപിടിക്കുക, ഇതിലേതെങ്കിലും റിലേറ്റഡ് ആയിരിക്കും. സോ ദ റിലയബിലിറ്റി ഓഫ് എവിഡൻസ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ 1 ഇറ്റ്സ് സോഴ്സ് ആൻഡ് നേച്ചർ, 2 ദ സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. സോ മൂവിങ് ഓൺ, നമുക്ക് ഈ ഒരു പാരഗ്രാഫ് എന്താ പറയുന്നത് നോക്കാം. Obtaining SAI by the auditor. So most of us would skip this tiny paragraph right here and start learning from these portions. And what ICA did and can also do is that they will directly test this paragraph and ask you to explain. ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചിട്ട് എക്സ്പ്ലെയിൻ ദിസ് പാരഗ്രാഫ് അങ്ങനെ പറഞ്ഞാൽ യു വോണ്ട് അണ്ടർസ്റ്റാൻഡ് ഏത് എസ് എന്നോ ഏത് ചാപ്റ്ററിന്നോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് ആ ഒരു ടൈമിന് ഓർമ്മ കിട്ടിയെന്ന് വരില്ല. സോ നമുക്കിത് വളരെ ഷോർട്ടായിട്ട് പഠിക്കാം. ഈ ഒരു പാരഗ്രാഫ് കണ്ടെയ്ൻസ് വെരി ഈസി സിമ്പിൾ വേർഡ്സ്, വായിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതെന്താ പറയുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഡിസൈനും പെർഫോമും ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ സഫീഷ്യൻ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ പെർഫോം ചെയ്യണം. എക്സ്പ്ലെയിൻ. അപ്പം ഇത് ഞാൻ കുറച്ച് പോയിൻറ്റ്സ് ആക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഈ പോയിൻറ്റ്സ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിട്ട് യു നോ വട്ട് യു ഹാവ് ടു ഡു, ഇത് കണക്ട് ചെയ്യണം. യു ഹാവ് ടു have that skill where you can connect all this point and make it a senseful, meaningful paragraph. So ഇത് പറയുന്നത് വെച്ചാൽ ഓഡിറ്റ് എവിഡൻസ് നെസസറി ടു സപ്പോർട്ട് ബോത്ത് ഓഡിറ്റ് എവിഡൻസ് ആൻഡ് ഓഡിറ്റ് റിപ്പോർട്ട്. ഈ പ്ലസ് ഇട്ടത് ആൻഡ് ആട്ടോ, അതൊരു ഇക്വേഷൻ പോലെ ആക്കിയതാണ്. പിന്നെ അതേപോലെ തന്നെ സായി ഈസ് ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ, അതായത് അത് കൂടിക്കൊണ്ടേ നിൽക്കും. ഒരു അസേർഷൻ്റെ മേലിൽ നമുക്കൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള എവിഡൻസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മോർ ദാൻ 1 വേണമല്ലോ, നേരത്തെ ഓൾറെഡി പറഞ്ഞു. സോ ഇറ്റ്സ് ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ. ഈ സായി എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്ന വെച്ചാൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ് ആയിരിക്കും, അതായത് ഓഡിറ്റർ പെർഫോം ചെയ്യുന്ന ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അനുസരിച്ച് നിൽക്കും കിട്ടുന്ന എവിഡൻസും. പിന്നെ അതേപോലെ തന്നെ 4ാമത്തെ പോയിന്റ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം അതർ സോഴ്സസ്. എന്താണ് അതർ സോഴ്സസ്? ഫ്രം പ്രീവിയസ് ഇയർ ഓഡിറ്റ്സ് നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഒരു റേഷ്യോസൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനൊക്കെ. ഓൾസോ ആൻഡ് ഇൻഫോർമേഷൻ പ്രിപ്പയർഡ് ബൈ മാനേജ്മെൻറ്റ്സ് എക്സ്പേർട്ട്, വേറെ എസ് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. 5th പോയിന്റ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്റ് എവിഡൻസ് എന്തെല്ലാം കംപ്രൈസ് ചെയ്യാം. ഓഡിറ്റ് എവിഡൻസ് കംപ്രൈസ് ഇൻഫോർമേഷൻ ദാറ്റ് സപ്പോർട്ട്സ്, കൊറോബറേറ്റ്സ്, കോൺട്രഡിക്ട്സ് മാനേജ്മെൻറ്റ് അസേർഷൻസ്. മാനേജ്മെൻറ്റ് പറഞ്ഞ പ്രകാരം സപ്പോർട്ട് ചെയ്യാം, അതേപോലെ തന്നെ കോൺട്രഡിക്റ്റ് നേരെ ഓപ്പോസിറ്റായിട്ടും ഓഡിറ്റ് എവിഡൻസ് നമുക്ക് കിട്ടിയെന്ന് വരാം. പിന്നെ 6th പോയിന്റ്, ചില കേസസിൽ ഇൻ സം കേസസ് ആബ്സെൻസ് ഓഫ് ഇൻഫോർമേഷൻ
ഫോർ എക്സാമ്പിൾ മാനേജ്മെൻറ്റ്സ് റിഫ്യൂസൽ ടു പ്രൊവൈഡ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ ഇൻക്വയർഡ് ബൈ ദ ഓഡിറ്റർ ചോദിച്ച പോലെ മാനേജ്മെൻറ്റ് തന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആബ്സെൻസ് ഓഫ് ഇൻഫർമേഷൻ, അതും ഒരു ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് മാറ്റാം. ഇത് നമുക്ക് MCQയിൽ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ആബ്സെൻസ് ഓഫ് ഇൻഫർമേഷൻ ഓഡിറ്റ് എവിഡൻസ് അല്ലാന്ന് ഒരിക്കലും എഴുതരുത്. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഓഡിറ്റ് എവിഡൻസ്. ഇനി മോസ്റ്റ് ഓഫ് ദ ഓഡിറ്റേഴ്സിൻ്റെ വർക്ക് ഇൻ ഫോമിങ് ആൻ ഒപ്പീനിയൻ, അതായത് വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഓഡിറ്റർ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ അല്ലേ. അപ്പോൾ ഒപ്പീനിയൻ ഫോം ചെയ്തതിൽ മോസ്റ്റ് ഓഫ് ദ വർക്ക് എന്താണ്, ആ കിട്ടിയ ഓഡിറ്റ് എവിഡൻസ് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു ഇത്രയും പോയിന്റ്സ് നമ്മൾ ബൈഹാർട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് റെഡിൽ എഴുതിയതാണ് കീവേഡ്സ്, അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. സോ യു ഹാവ് ടു കണക്ട് ഇറ്റ് ആൻഡ് മേക്ക് എ പാരഗ്രാഫ്. മൂവിങ് ഓൺ, നമുക്ക് അടുത്തത് സോഴ്സസ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് കവർ ചെയ്ത് പോകാം. സോ ദർ ഈസ് നത്തിങ് ഇതിലാകെ പറയുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഡിറ്റ് എവിഡൻസ്, ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്തിട്ടാണ് കിട്ടൽ. അത് സം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് ഇത് കൊടുത്തത്. യു ക്യാൻ റീഡ് ഇറ്റ്. പിന്നെ നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ സപ്പോർട്ട്സും കൊറോബറേറ്റ്സും. ബേസിക്കലി സപ്പോർട്ട്സ് ആൻഡ് കൊറോബറേറ്റ്സ് ഹാവ് ദ സെയിം മീനിങ്. ഓക്കെ, സോ അതിനെ ഡബിൾ ആയിട്ട് എഴുതിപ്പോയി. സോ ഹാവിങ് ദാറ്റ് ഇൻ മൈൻഡ് ഈ എക്സാമ്പിൾ വായിക്കാം. കൊറോബറേറ്റിംഗ് ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻഡ് ഫ്രം എ സോഴ്സ് വിച്ച് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എൻറ്റിറ്റി. എൻറ്റിറ്റിയുമായിട്ട് ഒരു ബന്ധവുമില്ല, ബന്ധം ഉണ്ടെങ്കിൽ തന്നെ ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എൻറ്റിറ്റി. may increase the assurance that the auditor obtains from the audit evidence. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റിയിൽ നിന്നാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഓഡിറ്റിൽ നിന്ന് കിട്ടുന്ന അഷ്യൂറൻസ് ഫ്രം ദാറ്റ് ഓഡിറ്റ് എവിഡൻസ് വുഡ് ബി മോർ, ഓക്കെ, ദാൻ വിച്ച് ഈസ് ജനറേറ്റഡ് ഇൻറ്റേർണലി ആസ് വി ഡിസ്കസ്ഡ് ഏർലിയർ. പിന്നെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഇൻ ഒബ്റ്റെയിനിങ് ഓഡിറ്റ് എവിഡൻസ് 17.1. ഇതിൽ വേറെ essay നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദർ ഇസ് നത്തിങ് ടു ലേൺ ഫ്രം ദെയർ. So the important one is what are the audit procedures to obtain audit evidence? What are some commonly used audit procedures? Okay, ഇതിൽ inspection, observation, external confirmation, recalculation, reperformance, AP and inquiry. ഇതിൽ AP സെപ്പറേറ്റ് നമുക്ക് ഒരു essay വരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കവർ ചെയ്യാം ഇൻസ്പെക്ഷൻ. അപ്പോൾ എന്താണ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ഷൻ രണ്ട് കാര്യമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഐദർ എക്സാമിനിങ് റെക്കോർഡ്സ് ഓർ ഡോക്യുമെൻറ്റ്സ് വെദർ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഓർ എ ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് എൻ അസറ്റ്. ഒന്നില്ലെങ്കിൽ ഓഡിറ്ററിന് എന്ത് ചെയ്യാം, അവിടുത്തെ ഡോക്യുമെൻറ്റ്സ്, പേപ്പർ വർക്ക്സ് ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫോമിൽ എന്തെങ്കിലും റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ടാകുമല്ലോ, അത് ഇൻസ്പെക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫിസിക്കൽ അസറ്റ്സ് ഉണ്ടാവുമല്ലോ, ഓരോ മെഷീനറി, പ്ലാൻസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പ്ലാന്റിൻ്റെ ഒരു 20 lakhs ആണെന്ന് പറയുന്നത് എന്നുണ്ടെങ്കിൽ വി കൻ ഓൾവേസ് ഗോ ഇൻസ്പെക്ട്. ഓക്കെ, അതാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇത് വേണമെങ്കിൽ ഒരു MCQയിൽ ടെസ്റ്റ് ചെയ്യാം. ഇൻസ്പെക്ഷൻ യൂസ്ഡ് ആസ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. രണ്ട് തരത്തിലും ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് വിൽ സ്റ്റഡി ഡീറ്റെയിൽഡ് ഇൻ ദ കമ്മിങ് എസ്സേസ്. ഓക്കെ, ടെസ്റ്റ് ഓഫ് കൺട്രോളിൽ ഇൻസ്പെക്ഷൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഇൻസ്പെക്ഷൻ ഓഫ് റെക്കോർഡ്സ് ഫോർ എവിഡൻസ് ഓഫ് ഓതറൈസേഷൻസ്. അപ്പം ഓതറൈസേഷൻ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ലിറ്റിഗേഷൻ ആയിട്ട് ഒരു 5 lakh ഫൈൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 5 lakh നമുക്ക് തരേണ്ടത് സ്റ്റാഫ് പോയിട്ട് വിഡ്രോ ചെയ്യലല്ല, അതിനായ മാനേജേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരോട് ചോദിച്ചിട്ട് സൈനൊക്കെ വാങ്ങിയിട്ട് കറക്റ്റ് അതോറിറ്റിയോട് പോയിട്ട് പറഞ്ഞിട്ടൊക്കെയാണ് ഇത് സാങ്ഷൻ ആവുക. അതാണ് ഈ എവിഡൻസ് ഓഫ് ഓതറൈസേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പാരഗ്രാഫ് എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓഡിറ്റ് എവിഡൻസ് തരും. എന്തിൻ്റെ? എക്സിസ്റ്റൻസ് ഓഫ് എൻ അസറ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഇപ്പോൾ അസറ്റ്, ആ ഓർഗനൈസേഷൻ നമുക്ക് അസറ്റ് ഒരു 1 crore അസറ്റ് നമുക്കുണ്ട്, ഒരു 1 crore പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട് എന്ന് ഒരു ക്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ഡോക്യുമെൻറ്റ്സ് വായിച്ചാൽ ആ അസറ്റ് അവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇവർ പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണെന്ന് മനസ്സിലാവും. പക്ഷേ എന്നിരുന്നാൽ പോലും ഇറ്റ് മേ നോട്ട് നെസസറിലി പ്രൊവൈഡ് ഓഡിറ്റ് എവിഡൻസ് അബൌട്ട് ദ ഓണർഷിപ്പ് ഓർ വാല്യൂ. അതേപോലെ തന്നെ ഒരു അസറ്റ് പോയി ഇൻസ്പെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റൻസിനെ കുറിച്ച് നമുക്ക് ഓഡിറ്റ് എവിഡൻസ് കിട്ടും. പക്ഷേ അതിൻ്റെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ കമ്പനിക്ക് തന്നെയാണ് നമുക്ക് വല്ലാണ്ട് ഉറപ്പൊന്നും കിട്ടത്തില്ല എന്ന്. ചിലപ്പോൾ അത് കൊലാറ്ററൊക്കെ വെച്ചിട്ട് ആയിരിക്കും ആ അസറ്റ് ഇപ്പോൾ അവിടെ സ്ഥാപനത്തിൽ നിൽക്കുന്നത്. അതാണ് ഇത് ബേസിക്കലി. ഒബ്സർവേഷനെ പറ്റി പഠിക്കാം. ഒബ്സർവേഷൻ എന്താ?
looking at a process or procedure being performed by others. അതായത് ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് അതെങ്ങനെയാണ് ഇവർ നടത്തിക്കൊണ്ടു പോകുന്നത്, അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് എന്ന് നോക്കുന്നതാണ്, ഒബ്സർവ് ചെയ്യുന്നതാണ് ഈ ഒബ്സർവേഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇൻവെൻട്രി കൗണ്ടിങ് തന്നെ എടുക്കാം. ഇപ്പോൾ ഇൻവെൻട്രി കൗണ്ടിങ് ഓർഗനൈസേഷൻ സ്റ്റാഫ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ദർ ഇസ് എ ലിമിറ്റേഷൻ ഫോർ ഒബ്സർവേഷൻ. അതെന്താണ്? ജസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ സ്കൂളിൽ സ്കൂളിൽ ഒരു ഇൻസ്പെക്ടറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫുൾ കോമ്പൗണ്ടൊക്കെ നീറ്റും ക്ലീനും ആക്കി വെച്ച് ടീച്ചേഴ്സൊക്കെ അറ്റ്മോസ്റ്റ് ഗുഡ് ബിഹേവിയറിലൊക്കെ ആയിരിക്കും ഉണ്ടാവാൻ. പക്ഷെ ഡെയിലി റൂട്ടീന് അതേ ആയിരിക്കത്തില്ല. ഇറ്റ് മേ ബി ദ കംപ്ലീറ്റ് ഓപ്പോസിറ്റ്. കാരണം അതൊരു ഇൻസ്പെക്ടർ വരികയാണെന്ന് അവർക്കറിയാം. അതേപോലെ തന്നെ നോക്കാം, observation provides audit evidence about the performance of a process, but it is limited to the point in time at which observation takes place. നമ്മൾ ഒബ്സർവ്ഡ് ആണ്, ഒരു ഓഡിറ്റർ ഒബ്സർവ് ചെയ്യുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് എന്താക്കാം, എല്ലാ റൂൾസും പാലിച്ചുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. കാരണം എന്താണ്, ഒരു ഓഡിറ്റർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലായല്ലോ. അതാണ് പറയുന്നത്, ബൈ ദ ഫാക്ട് ദറ്റ് ആക്ട് ഓഫ് ബീങ് ഒബ്സർവ് മേ എഫക്ട് ഹൗ ദ പ്രോസസ് ഓഫ് പ്രൊസീജിയർ ഈസ് ബീങ് പെർഫോംഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എക്സ്റ്റേണൽ കൺഫർമേഷനെ പറ്റി പഠിക്കാം. ഇത് SA-500 വൃത്തിക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു തന്നെ അതിൽ പഠിക്കാനുണ്ട്. ബട്ട് ഫോർ ദ സേക്ക് ഞാൻ പറയാം, എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിറ്ററിന് കിട്ടുന്ന ഒരു റിട്ടേൺ റെസ്പോൺസ് ആയിരിക്കും. എവിടെ നിന്ന്? ഫ്രം എ തേർഡ് പാർട്ടി. ഓക്കെ, അത് ഏത് രീതിയിലും വേണമെങ്കിലും ആവാം, പേപ്പർ ഫോം ആവാം, ഇമെയിൽ ആവാം, എനി അതർ മീഡിയത്തിൽ വേണമെങ്കിലും ആവാം. ഓക്കെ, നമ്മൾ സാധാരണ നമ്മൾ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഉപയോഗിക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫോർ അസേർഷൻസ് അസോസിയേറ്റഡ് വിത്ത് സെർട്ടൻ അക്കൗണ്ട് ബാലൻസസ് ആയിരിക്കും. ഞാൻ നേരത്തെ ഓൾറെഡി അക്കൗണ്ട് ബാലൻസ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. ഫോർ എക്സാമ്പിൾ നമുക്ക് ക്രെഡിറ്റേഴ്സും ഡെപ്റ്റേഴ്സിൻ്റെ ഒക്കെ എമൗണ്ട് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ കൺഫർമേഷൻ ഇവർ കഴിയുമ്പോൾ നമ്മൾ എടുക്കും. അതാണ് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് finished. Next we'll learn about recalculation. Recalculation എന്ന് വെച്ചാൽ checking the mathematical accuracy, just the mathematical accuracy of the record. രണ്ട് രീതിയിൽ, മാനുവലി ഓർ ഇലക്ട്രോണിക്കലി. സോ സിമ്പിൾ ഒന്നുമില്ല. അതായത് ഇപ്പോൾ ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷൻസ് എന്താണ് കമ്പനി ഓൾറെഡി നടത്തി വെച്ചാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒന്നും കൂടി ഇത് ചെക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ആക്യുറസി, ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ ഇക്വേഷനൊക്കെ കറക്റ്റ് ആണോ ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് റീകാൽക്കുലേഷൻ ആവും. നേരെ മറിച്ച് ആ ഫുൾ കാൽക്കുലേഷൻ നമ്മൾ ആദ്യം മുതൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെർഫോമൻസും ആകും. അതാണ് ഓഡിറ്റേഴ്സിൻ്റെ ഇൻഡിപെൻഡൻറ്റ് എക്സിക്യൂഷൻ ഓഫ് പ്രൊസീജിയേഴ്സ്. അതായത് ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത പ്രൊസീജിയർ ഓഡിറ്റർ ഇൻഡിപെൻഡൻ്റ് ആയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെർഫോമൻസ് ആകും. ഇനി നെക്സ്റ്റ് അനലിറ്റിക്കൽ പ്രൊസീജിയർ, വീണ്ടും സെപ്പറേറ്റ് എസ്സേ ഉണ്ട്, വിൽ ലേൺ ദെയർ. അതിനടുത്തത് ഇൻക്വയറി ആണ് ഇതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എൻക്വയറി എന്ന് വെച്ചാൽ ബേസിക്കലി മീൻസ് ചോദ്യങ്ങൾ ചോദിക്കാം, സീക്കിങ് ഇൻഫർമേഷൻ ഫ്രം നോളജബിൾ പേഴ്സൺ. അത് ഫിനാൻഷ്യലും ആവാം, നോൺ ഫിനാൻഷ്യലും ആവാം. അപ്പോൾ MCQ ചോദിക്കുമ്പോൾ ഫിനാൻഷ്യൽ മാത്രമാണെന്ന് വിചാരിക്കരുത്. അതായത് സാലറി 5 ലക്ഷമാണോ എന്നും ചോദിക്കാം, ഈ സാലറി കൊടുക്കുന്നത് 32 സ്റ്റാഫ്സിനല്ലേ എന്നും ചോദിക്കാം. ഇത് രണ്ടും ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും ആവാം. ഓക്കെ, അപ്പോൾ ഇൻക്വയറി എന്തുകൊണ്ടാണ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ആണെന്ന് പറയുന്നത്? കോമൺ സെൻസ് ഗൈസ്. നമുക്കൊരു ഓഡിറ്റിന് ഡൗട്ട് വരുമ്പോൾ ഒബ്വിയസ്ലി ദിൽ ഫസ്റ്റ് ആസ്ക് ദം, ദാറ്റ്സ് കോൾഡ് ഇൻക്വയറി. അപ്പോൾ ഇൻക്വയറി നമുക്ക് എഴുതിയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഓറലി നമുക്ക് ചോദിക്കാം. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് എന്താ പറയുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു കാര്യം ഇൻക്വയറി അങ്ങോട്ട് ചെയ്തു, അതിന് കിട്ടിയ റെസ്പോൺസ് ഉണ്ടാവത്തില്ലേ, അത് 3 തരത്തിലാകാം. ഒന്നെന്നുണ്ടെങ്കിൽ നമുക്കില്ലാത്ത ഇൻഫോർമേഷനായിട്ട് പുതിയൊരു ഇൻഫോർമേഷൻ തന്നെ വരാം. ഓർ എൽസ് നമുക്ക് ഓൾറെഡി ഉള്ള ഇൻഫോർമേഷന് സപ്പോർട്ടിങ് ഓർ കൊറോബറേറ്റീവ് ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി കിട്ടിയ ഇൻഫോർമേഷന് സിഗ്നിഫിക്കൻ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയൊരു എവിഡൻസ്, അതായത് കിട്ടിയ ഇൻഫോർമേഷൻ ഫുൾ തെറ്റാണ്, മാറ്റങ്ങളുണ്ട് ഇപ്പം പുതിയ കിട്ടിയ ഇൻഫോർമേഷനും പഴയ കിട്ടിയ ഇൻഫോർമേഷനുമായിട്ട്, അങ്ങനെയും വരാം. ഓക്കെ, ഇനി ഈ ഒരു പാരഗ്രാഫ് എന്താണ് പറയുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ,
although corroboration of evidence obtained through inquiry is often particular importance. അതായത് ഇൻക്വയറിയിലൂടെ നമുക്ക് ഒരു സപ്പോർട്ടിങ് എവിഡൻസ് കിട്ടുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇൻ കേസ് ഓഫ് മാനേജ്മെൻറ്റ്സ് ഇൻറ്റൻറ്റ്, ഓക്കെ, ഇൻ കേസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻറ്റൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫോർമേഷൻ അവൈലബിൾ ടു സപ്പോർട്ട് മേ ബി ലിമിറ്റഡ്. വൈ ദിസ് മേ ബി ടെസ്റ്റഡ്. അപ്പോൾ എന്താണ് മാനേജ്മെൻറ്റ്സ് ഇൻറ്റൻറ്റ്? മാനേജ്മെൻറ്റ് ഇൻറ്റൻറ്റ് എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ഉദ്ദേശം എന്താണെന്നുള്ളതിൽ നമ്മളൊരു ഇൻക്വയറി പേഴ്സൺ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന ഇൻഫോർമേഷൻ, അതായത് നമ്മൾ ചോദിച്ചിട്ട് അവർ എന്തെങ്കിലും റെസ്പോൺസ് തരുമല്ലോ, ആ ഒരു റെസ്പോൺസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇൻഫോർമേഷൻ വളരെയധികം ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു കേസസിൽ, അപ്പോൾ അങ്ങനത്തെ ഒരു ലിമിറ്റഡ് ആണ്, ഇതിൻ്റെ അപ്പുറം നമുക്കൊരു എവിഡൻസ് കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു സിനാരിയോയിൽ ഓഡിറ്റർ എന്താണ് ചെയ്യേണ്ടത് അത് നമുക്ക് ഈ ഒരു ഷോർട്ട് നോട്ടിൽ പഠിക്കാം. ഇതൊരു പോയിൻ്റ് രീതിയിലാക്കിയതാണ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എവിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ്ലി ഓഡിറ്റർ ക്യാൻ ഡു ഇസ് ദാറ്റ് ടു കൺസിഡർ എൻറ്റിറ്റീസ്, ഈ റെഡിലാക്കിയതാണ് കീവേഡ്, എൻറ്റിറ്റീസ് പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ക്യാരിയിങ് ഔട്ട് സ്റ്റേറ്റഡ് ഇൻറ്റൻഷൻ. നമുക്ക് ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റഡ് ഇൻറ്റൻഷൻ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് പറയുകയാണ് നമ്മൾ ഫ്യൂച്ചർ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പം ഇതിന് ഇറ്റ്സ് ജസ്റ്റ് എൻ ഇൻറ്റൻഷൻ, ഇറ്റ്സ് ജസ്റ്റ് എ പ്രോബബിലിറ്റി. സോ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ കൻ അയദർ വാട്ട് ഹി ക്യാൻ ഡു ഇസ് ദാറ്റ് ഈ സ്റ്റേറ്റിലായിട്ട് ഈ ഇൻറ്റൻഷന് വേണ്ടിയിട്ട് പാസ്റ്റിൽ ഇതേപോലെ ഒരു എക്സ്പാൻഷൻ പറഞ്ഞിട്ട് എങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയേഴ്സ് ക്യാരി ഔട്ട് ചെയ്തത് എന്ന് ഇവന് നോക്കാം, ഈ ഓഡിറ്ററിന് നോക്കാം. അതാണ് പറയുന്നത് ഈ സ്റ്റേറ്റഡ് ഇൻറ്റൻഷൻ പാസ്റ്റിലും കൂടി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ക്യാരി ഔട്ട് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. And next what he can do is that entity's reason for choosing this particular action. എന്തുകൊണ്ടാണ് നിങ്ങൾ എക്സ്പാൻഷൻ ചെയ്യുന്നത് എന്ന് മാനേജ്മെൻറ്റിനോട് ചോദിക്കാം. വാട്ട് ഈസ് ദ റീസൺ ദാറ്റ് യു ആർ ഓപ്റ്റിംഗ് ഫോർ എക്സ്പാൻഷൻ? അങ്ങനെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ വി ക്യാൻ ഹാവ് എൻ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് എന്തിനാണ് ഇവർ ചെയ്യുന്നത്, കാരണമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാം. Thirdly, he can do is that entity's ability to pursue the specific course of action നമ്മൾ നോക്കാം. അതായത് ഇവരിപ്പോൾ എക്സ്പാൻഷനാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഫിനാൻഷ്യൽസും പൊസിഷൻസും ഒക്കെ വെച്ചിട്ട് എക്സ്പാൻഷൻ പോസിബിൾ ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് എന്താക്കാം, ഒന്ന് ജസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറിലാണ് ഈ 3 കേസ്. പാസ്റ്റ് എന്താ, പാസ്റ്റ് ഹിസ്റ്ററി നോക്കാം. പ്രസൻറ്റ് എന്താ, അതായത് എന്ത് റീസൺ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് എൻക്വയറി ചെയ്യാം. പിന്നെ ഫ്യൂച്ചർ, അതായത് ഭാവിയിൽ പെർസ്യൂ ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾ നോക്കാം. ഈ 3 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, കമ്മിങ് ബാക്ക്, ഇതെന്ന് വെച്ചാൽ SA-500 ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. റിട്ടൺ റെപ്രസെൻറ്റേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിത് പഠിക്കാനുമുണ്ട്. സോ അതോടുകൂടി നമ്മളെ ആ ഒരു പോർഷൻ ഓവർ